ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന മഹാകുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് സന്തോഷ വാർത്തയുമായാണ് കേന്ദ്രം എത്തുന്നത്. ഏകദേശം 48 കോടിയിലധികം ജനങ്ങൾ ഈ കുംഭമേള കഴിയുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. ഓരോ ദിവസവും 25 കോടിയിലധികം ആളുകൾ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോ കേന്ദ്ര വ്യോമ മന്ത്രാലയം പറയുന്നു, കുംഭമേളയ്ക്ക് വരുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ 50% വരെ കുറവ് ഏർപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തേക്ക് ഈ മക്കയിലൊക്കെ പോകുന്നവർക്ക് ഇത്തരം സബ്സിഡികളൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. ഇത്രത്തോളം എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. പക്ഷെ എങ്കിൽ പോലും ഈ കുംഭമേളയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണോ ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഹജ്ജ് പോലെയുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറ്റുക, ഹജ്ജ് പോലെയുള്ള ഒരു സംഭവമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഹജ്ജിനെ അനുകരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇതെല്ലാം ഒരുതരം പിൽഗ്രിം ടൂറിസം ആണല്ലോ. ഒരു വശം അങ്ങനെയാണ്, ഭക്തി ഒരു വശത്തുണ്ട്, മറ്റൊരു വശത്ത് ടൂറിസത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതിനാണ് പുതിയ കാലത്ത് ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ സർക്കാരും സ്വാഭാവികമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം അതിൽ നിന്ന് കുറേയധികം വരുമാനം വരാനുള്ള വഴിയുണ്ട്. അതെങ്ങനെ ആ രീതിയിലാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നതിന് ഒരു റിസർച്ച് വിങ്, ഗവേഷണ സംവിധാനം തന്നെ ഉണ്ട്. അവർ ഗവേഷണം നടത്തുന്നുണ്ട്. ആ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്, UP ഗവൺമെൻറ്റും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള പുതിയ പുതിയ നടപടിക്രമങ്ങൾ കൊണ്ടുവരും. അതിലൊന്നാണ് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് 50% സബ്സിഡി എന്ന് പറയുന്നത്. ആ സബ്സിഡി കൊടുത്താൽ വളരെയധികം ആളുകൾ കുംഭമേളയ്ക്ക് ഇപ്പോൾ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് എത്തും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വലിയ ഒരു രീതിയിലേക്ക് ഇത് മാറിത്തീരുമ്പോൾ 2 ഗുണങ്ങൾ അതിനുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ വളർച്ച അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇതൊരു വലിയ ഇവൻ്റായി മാറും. ആ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയായി, അതേപോലെ തന്നെ ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാധ്യതകളെയും വളർത്തിയെടുക്കും എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടും അതുതന്നെയാണ്. അപ്പോൾ അവിടെ ഹിന്ദുക്കളുടെ ഒരു ഭക്തി കേന്ദ്രമാക്കി മാറ്റുക, അതിനുള്ള ഒരു വഴിയായിട്ട് അതിന് മാറ്റുക, ഒപ്പം ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ വളർത്തിയെടുക്കുക, സമ്പത്തുണ്ടാക്കുക, ആൾക്കൂട്ടത്തെ വരിക, ആൾക്കൂട്ടത്തെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ കുറേ കഴിയുന്ന സമയത്ത് അത് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിത്തീരും എന്നുള്ളതാണ്. നേരത്തെ കുംഭമേളയ്ക്ക് ഉണ്ടായിരുന്ന സ്വഭാവം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ അതിനകത്ത് ദിഗംബര സന്യാസികളുടെ ഒക്കെ ഒരു പ്രകടനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു കുറേ കൂടിയൊക്കെ വാർത്തയിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതല്ല, അത് മാറുകയാണ് ചെയ്യുന്നത്. അത് മാറി കുറേ കൂടിയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു തീർത്ഥാടന സംവിധാനമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ ചെയ്യും. UP അല്ലെങ്കിലും പലതരത്തിലും ഈ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് നല്ല രീതിയിൽ പണമുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിത്തീരുന്നു. ഇപ്പോൾ താജ്മഹൽ പിന്നെ എതിരായിട്ട് പല വർത്തമാനങ്ങളൊക്കെ വരുമെങ്കിൽ പോലും യോഗിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ നിൽക്കുകയും ഇന്ത്യയുടെ ഒരു ഹെറിറ്റേജ് കേന്ദ്രമായിട്ട് അതിനെ മാറ്റുകയും അതിലൂടെ ഈ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് എത്രമാത്രം സമ്പത്ത് UP സർക്കാരിനുണ്ടാക്കാൻ കഴിയും എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റെല്ലാം വേറെ പുറത്ത് വരുന്നതായിട്ടുള്ള ഈ രാഷ്ട്രീയ ജഗപുക മാത്രമാണ്. പക്ഷേ ഗവൺമെൻറ് അവിടെ പ്രവർത്തിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പണം അതിൽ നിന്നും വളരെ കൂടുതൽ അമാസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വീണ്ടും മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചുവിടുക. അങ്ങനെ ഒരു വലിയ ഒരു എക്വിലിബ്രിയം ഇതിൽ ഉണ്ടാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്ന ഒരു ഗവേണൻസിൻ്റെ, ഭരണനിർവഹണത്തിൻ്റെ ഒരു നല്ല കാഴ്ചയും നമുക്ക് അതിനകത്ത് കാണാം. അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ നമ്മൾ ഈ 50% വിലക്കുറവിൽ വിമാന ടിക്കറ്റ് എന്ന് പറയുന്ന പ്രഖ്യാപനത്തെ കാണേണ്ടതുള്ളൂ. പക്ഷേ ഈ കുംഭമേള എന്ന് പറയുമ്പോൾ BJPയുടെ സ്വകാര്യ സ്വത്ത് എന്നാണ് പലരും പറയുന്നത്. BJP അങ്ങനെ ധരിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ കുംഭമേള എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്, ഇപ്പോൾ ഗാർഗെയൊക്കെ പറഞ്ഞതുപോലെ കുംഭമേളയ്ക്ക് പോയി കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ പലരും വിമർശനവുമായൊക്കെ രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ ആക്രമണം നടന്നത് VVIPകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് കൊണ്ടാണ് സാധാരണ വരുന്ന ആളുകൾക്ക് അവിടെ കൃത്യമായ ഫുഡോ കാര്യങ്ങളോ സംരക്ഷണമോ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട്. ഈ കുംഭമേളയുടെ ഒരു അട്ടിമറി ഉണ്ടാക്കിയാൽ അത് BJP സർക്കാരിനെ തകർക്കാൻ, അല്ലെങ്കിൽ BJPക്കെതിരെ തിരിക്കാൻ പറ്റുമെന്നുള്ള പലരുടെയും ചിന്തയാണ് ഇപ്പോൾ ഈ അട്ടിമറിയിലൂടെയും ഈ 30 പേരുടെ മരണത്തിലുമൊക്കെ എത്തിച്ചത് എന്ന്
നമുക്ക് പറയാൻ സാധിക്കുമോ? അതങ്ങനെ പറയുന്നതിൽ ഒരു എന്താണ് യാഥാർത്ഥ്യബോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സ്റ്റാമ്പേഡ് നടന്ന് 30-ലധികം പേര്, മരണസംഖ്യ വീണ്ടും ഉയരുന്നു, 49 എന്നൊക്കെ പറയുന്ന വാർത്തയും ചില പത്രങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ അത്രയും പേര് മരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവിടെ ഉണ്ടാകുന്ന ജനത്തിരക്ക് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ കുറേ കഴിയുന്ന സമയത്ത് അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായി അതങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിരിക്കും സർക്കാർ എപ്പോഴും ആലോചിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭക്തിയുടെ ലെവലിലേക്ക് മാറിയാൽ, ഒരു പിൽഗ്രിം പ്രോസസ്സായിട്ട് മാറിയാൽ, പിന്നെ അതിനെതിരെ രാഷ്ട്രീയ പ്രവർത്തകർ വർത്തമാനം പറഞ്ഞാൽ അവർ അതിനകത്ത് ഒറ്റപ്പെട്ടു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യം മാറ്റുന്നതിനല്ല ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അത് വിശ്വാസത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുകയും ആ വിശ്വാസത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർ അറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ പ്രദേശത്തുള്ള പള്ളികൾ, അമ്പലങ്ങൾ, അവിടുത്തെ ഉത്സവങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ലോകമാണ്. എന്തും ഏതും വിറ്റഴിക്കപ്പെട്ടാൽ മാത്രമാണ് വിജയിക്കുകയുള്ളൂ. വിറ്റഴിക്കലാണ് വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇപ്പോൾ കുംഭമേളയിൽ കാര്യമായിട്ട് ആളൊന്നും പങ്കെടുക്കുന്നില്ല, അതൊരു സാധാരണ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് അവസാനിച്ചാൽ അതിന് വാർത്തയില്ല, പ്രസക്തിയില്ല, പ്രാധാന്യമില്ല. അതിനെപ്പോൾ വളർത്തി വലുതാക്കി ഒരു അസാധാരണമായിട്ടുള്ള ഇവൻ്റാക്കി മാറ്റുക. അപ്പോൾ മാത്രമാണ് അതിലേക്ക് ശ്രദ്ധ വരുന്നുള്ളൂ, അപ്പോൾ മാത്രമാണ് അതിന് വലിപ്പം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സംവിധാനം വിജയകരമായി മാറ്റി തീർക്കുന്നതിന് സർക്കാരിൻ്റെ ശക്തി, സർക്കാരിൻ്റെ സംവിധാനം ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് എപ്പോഴും BJP മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും. അതിൽ മോശമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഡിസ്ക്രെഡിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ മരണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. മരണം ഉണ്ടാകാൻ പാടില്ല. കാരണം എത്ര വലിയ ഇവൻ്റ് ആയിക്കഴിഞ്ഞാലും അത് ആഘോഷിക്കപ്പെടണമെങ്കിലും അത് ചുവന്നുകൊണ്ട് നടക്കണമെങ്കിലും അത് നല്ല രീതിയിലായിരിക്കണം നടക്കേണ്ടത്. ഈ കുംഭമേളക്ക് പോയ ആളുകൾ മരിക്കാനാണ് പോകുന്നതെങ്കിൽ പിന്നെ കുംഭമേളക്ക് ഒരു പ്രസക്തി ഉണ്ടാവില്ല. അപ്പോൾ മരണത്തിലേക്ക് ആകർഷിക്കുകയാണ്, കുംഭമേളയിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചീത്തയായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ആ കാര്യം നടത്താനായിരിക്കണം സർക്കാർ ശ്രമിക്കേണ്ടത്. VIP-കളുണ്ടാകാം, VIP-കൾക്ക് പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി അത് സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർക്ക് പ്രശ്നമാക്കി മാറ്റുകയും അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്താൽ BJPക്ക് അതിൻ്റെ നഷ്ടം ഉണ്ടാകും. കാരണം BJP ആണ് അതിപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ട് നടക്കുന്നത്. ഏത് സർക്കാരാണ് ഇപ്പോൾ UP-യിൽ ഏത് സർക്കാർ വരുന്നു ആ സർക്കാർ ഇതിന് മുന്നോട്ടുണ്ടാകും. ഇപ്പോൾ ഏതായാലും BJP ആണ്, യോഗി ആദിത്യനാഥാണ് അത് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റും ഡിസ്ക്രെഡിറ്റും ഒക്കെ അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം വേറെ ആരെങ്കിലും വരാം. UP എന്നും യോഗി ആദിത്യനാഥ് തന്നെ ഭരിക്കും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പോൾ ഭാരതം ഭരിച്ചിരുന്നതായിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇനി ഭാരതം ഭരിക്കുക എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ശിഥിലമാക്കപ്പെട്ടു. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വേണമെങ്കിൽ വരാം, ആര് വന്നാലും. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സാധ്യതകളെ മുഴുവനായിട്ട് ഉപയോഗിക്കുക എന്നായിരിക്കും. തീർച്ചയായും.